everyone, welcome back to Xylem Learning. It's me, Jamshad. Today in this video we are going to learn a new chapter, actually The Little Girl. Catherine Mansfield ന്റെ പുതിയൊരു ചാപ്റ്റർ ആണ് The Little Girl എന്ന് പറയുന്ന ഈ ചാപ്റ്റർ കംപ്ലീറ്റ് സമ്മറി പഠിക്കാൻ പോവാണ്. മാത്രമല്ല അതിൽ എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന എക്സാമുകളിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഈ ഒരു ചാപ്റ്റർ ഓറിയന്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ എന്താക്കുന്നുണ്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. സോ ദാറ്റ് വിൽ ബി എ ഗ്രേറ്റ് തിങ് യു ഗൈസ് ആർ ഡൂയിങ് കോസ് ദാറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ടു ദം. ഓക്കെ, നോക്കാം. കാതറിൻ മാൻസ്ഫീൽഡിന്റെ ഒരു മാസ്റ്റർ പീസ് ആണ്. നോക്കാം എന്തൊക്കെയാണ് ഇതിലുള്ളത്. അതിന്റെ സമ്മറി നോക്കാം. ദ ലിറ്റിൽ ഗേൾ ഇസ് എ സ്റ്റോറി ഓഫ് എ ലിറ്റിൽ ഗേൾ. ഓക്കെ, ദ ലിറ്റിൽ ഗേൾ എന്നുള്ളത് ഒരു ലിറ്റിൽ ഗേളിന്റെ സ്റ്റോറിയാണ്. സ്വാഭാവികം അല്ലേ. കെസിയ എന്നാണ് അവരുടെ പേര്, ആ കുട്ടിയുടെ പേര്. ഹു മിസ് അണ്ടർസ്റ്റുഡ് ഫാദർ സ്ട്രിക്ട്നെസ്. നമ്മളെപ്പോലെ തന്നെ നമ്മുടെ ഫാദറിന്റെ സ്ട്രിക്ട്നെസ് മിക്കപ്പോഴും കേട്ടോ മെജോറിറ്റിയാണ് നമ്മുടെ ഫാദർ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നുള്ള ആ ഒരു അത് ഭയങ്കര മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പലർക്കും ഉണ്ടാവാറുള്ളത്. ആൻഡ് യൂഷ്വലി റിമൈൻഡ് സ്കെയർഡ് ഓഫ് ഹിം. എപ്പോഴും ഈ ഫാദറിനെ പേടിച്ച് നിൽക്കുകയും നമ്മൾ കെസിയ ചെയ്യാം. ഷീ കെപ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഹിം. അദ്ദേഹത്തിൽ നിന്ന് വളരെ വിട്ടിട്ടായിരുന്നു അവൾ നിന്നിരുന്നത്. കെസിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് അച്ഛനുമായിട്ട് ഭയങ്കര ഡിസ്റ്റൻസ് പാലിക്കാറുണ്ടായിരുന്നു. whenever he would be at home, വീട്ടിലുണ്ടാവുന്ന സമയത്തൊക്കെ അവൾ മാക്സിമം ഒതുങ്ങി നിൽക്കും, അച്ഛനിൽ നിന്ന് വിട്ട് നിൽക്കും. ആൻഡ് ഷീ കൺസിഡർ ഹിം ടു ബി ആസ് എ ബിഗ് ആസ് എ ജാൻഡ്. വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം, ഭയങ്കര ഇത്തിരി ഫാറ്റിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുഖമൊക്കെ കണ്ടിട്ട് അദ്ദേഹം വലിയൊരു ജാൻഡ് ആണ്, വലിയ എന്തോ ഒരു ജീവിയെ പോലെയാണ് ഇതിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ചാപ്റ്ററിൽ. ഷീ വുഡ് ഓഫൻ ഗെറ്റ് നെർവസ് ആൻഡ് stutter while talking to him. അദ്ദേഹത്തോട് സംസാരിക്കുന്ന സമയത്ത്, സ്വന്തം അച്ഛനോട് സംസാരിക്കുന്ന സമയത്ത് വിക്ക് വരെ വരാറുണ്ട്, വിക്കിപ്പോകും അല്ലേ, സ്റ്റട്ടർ വരെ വരാറുണ്ട്. ഷി ലോങ്ഡ് ഫോർ ഹിസ് ലവ്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ സ്നേഹത്തിന് വേണ്ടി അവൾ ആഗ്രഹിച്ചു. യെസ്, ഓക്കെ. ആൻഡ് അഫെക്ഷൻ ലൈക്ക് ഹെർ നൈബർ മിസ്റ്റർ മക്ഡൊണാൾഡ്. ആൻഡ് അയൽവാസി ഉണ്ട് മക്ഡൊണാൾഡ് ഉണ്ട്. അദ്ദേഹം അവരുടെ കുട്ടികളായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്, ഭയങ്കര സ്നേഹത്തിലാണ്, ആ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യും. പക്ഷേ അതുപോലെ ആവാൻ വേണ്ടിയിട്ട് ഇവൾ ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ട്. കണ്ടോ, നമ്മുടെ കെസിയ നോക്കി നിൽക്കുകയാണ്. എൻ്റെ അച്ഛനും ഇതുപോലെയൊക്കെ ഒരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, കാണിച്ചിരുന്നെങ്കിൽ. ഓക്കെ, നോക്കാം എന്താണ് സംഭവിക്കുക. അതുകൊണ്ട് ഇതുപോലെ ധാരാളം വീഡിയോസ് നമ്മുടെ ഈ ഇംഗ്ലീഷ് സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടും നമ്മുടെ ടെക്സ്റ്റ് ഓറിയന്റഡ് ആയിട്ടും അതുപോലെ തന്നെ മറ്റു സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടും ധാരാളം വീഡിയോസ് ഈ ചാനൽ വരുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സോ ഡോണ്ട് ഫർഗെറ്റ് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ. she kept indoors as she was affected by cold. അവൾക്ക് പനി പിടിച്ചിട്ട് അല്ലെങ്കിൽ പനി പിടിച്ചിട്ട് വീട്ടിൽ തന്നെ ആയ സമയത്ത് her grandmother suggested that she make a gift for her father's birthday next week. അടുത്ത ആഴ്ച അച്ഛൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പോൾ അച്ഛന് വേണ്ടി ഒരു അടിപൊളി ഗിഫ്റ്റ് അങ്ങോട്ട് ഉണ്ടാക്കി സോപ്പിടാം എന്നുള്ള പരിപാടി ആരാ പറഞ്ഞു കൊടുത്തത്? ഗ്രാൻഡ്മ പറഞ്ഞു കൊടുത്തത്. ഗ്രാൻഡ്മ ആയിട്ട് ഭയങ്കര കൂട്ടാണ് ഇവള്. ഓക്കെ, അങ്ങനെ they decided that Kezia would make a pin cushion for him. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പിൻ കുഷ്യൻ, അദ്ദേഹം സോഫയിലൊക്കെ കിടക്കുന്ന സിറ്റുവേഷൻ നമുക്ക് ഓർമ്മയുണ്ട് ചാപ്റ്ററിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പിൻ കുഷ്യൻ സെറ്റ് ആയി കൊടുക്കുക, തലയിലൊക്കെ വെച്ച് കിടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു കുഷ്യൻ അവള് സ്വന്തം ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇംപ്രസ് ആവാൻ വേണ്ടിയല്ലോ, ഇംപ്രഷൻ. ഓക്കെ, കെസിയ മേഡ് എ ബ്യൂട്ടിഫുൾ പിൻ കുഷ്യൻ. നല്ലൊരു അടിപൊളി പിൻ കുഷ്യൻ ഉണ്ടാക്കി കൊടുത്തു. ബട്ട് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ബട്ട് ഷീ ആക്സിഡന്റലി മേഡ് എ മിസ്റ്റേക്ക്. അവളൊരു മിസ്റ്റേക്ക് ചെയ്തു, ഒരു തെറ്റ് ചെയ്തു. എന്താണ്? ഷീ ഫിൽഡ് ഇറ്റ് വിത്ത് ബിറ്റ്സ് ഓഫ് പേപ്പർ ദാറ്റ് ഷീ ഗോട്ട് ബൈ ഹിയറിംഗ് ഹർ ഫാദേഴ്സ് ഇമ്പോർട്ടൻറ്റ് സ്പീച്ച്. പിറ്റേ ദിവസം എൻ്റെ അച്ഛന് പോയി പ്രസംഗിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് സ്പീച്ച് ഉണ്ട്, അതിൻ്റെ നോട്ട്സ് ഒക്കെ എഴുതിയിട്ടുള്ള പേപ്പർ കീറിയിട്ടാണ് ഈ പിൻ കുഷ്യൻ ഉണ്ടാക്കിയത്. സീനില്ലേ, അച്ഛൻ ദേഷ്യം പിടിച്ചു. ഷി വാസ് പണിഷ്ഡ് ഫോർ ഹർ ദാറ്റ്. അവക്കിട്ട് നല്ല പണി കിട്ടി, പണിഷ്മെന്റ് കിട്ടി, അടി കിട്ടി. ആരുടെ അടുത്ത് നിന്ന്? അച്ഛൻ്റെ അടുത്ത് നിന്ന്. സ്വാഭാവികം അല്ലേ, നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നു. ദ ഇൻസിഡന്റ് ഫർദർ estranged Kezia from her father. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിന് ശേഷം അവർ കുറച്ചുകൂടി അകലാൻ തുടങ്ങി. കുറച്ചുകൂടി ഓൾറെഡി ഇച്ചിരി വിട്ടിട്ടാണ്, ഭയങ്കര അകലാൻ തുടങ്ങി. അച്ഛനെ ഒരു ഭീകരജീവിയായിട്ട് ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ അച്ഛനുമായിട്ട് തീരെ ഒരു കോണ്ടാക്ട് ഇല്ലാത്ത തരത്തിൽ വിട്ട് നിൽക്കാൻ തുടങ്ങി. യെസ്, ഇനിയാണ് ട്വിസ്റ്റ്, ചേഞ്ച് വരാൻ പോവുകയാണ്. She would often look at the neighbors at the McDonald's playing joyously in their lawn. മക്ഡൊണാൾഡും തൻ്റെ ഫാമിലിയും ടീമൊക്കെ ഇങ്ങനെ കളിക്കുന്നത് കണ്ടിട്ട് ഭയങ്കര അസൂയയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ അവർ ഭയങ്കര അടിപൊളിയിൽ കളിക്കുന്നത് കണ്ടിട്ട് ഇവൾക്ക് അസൂയോ അല്ലെങ്കിൽ ഭയങ്കര ഒരു എനിക്കിത് കിട്ടുന്നില്ലല്ലോ, എൻ്റെ അച്ഛൻ ഇങ്ങനെ നല്ലല്ലോ എന്ന് അവളിങ്ങനെ ആഗ്രഹിക്കും. മക്ഡൊണാൾഡ്സ് വാസ് സച്ച് എ ഗുഡ് ഫാദർ. നല്ലൊരു ഫാദർ ആയിരുന്നു അവന്. ആൻഡ് പ്ലേഡ് സോ ലവിംഗ്ലി വിത്ത് ഹിസ് ചിൽഡ്രൻ. അവരുടെ കുട്ടികളോടുകൂടി നല്ല സ്നേഹത്തോടുകൂടി കളിക്കാറുണ്ടായിരുന്നു. ഷീ വണ്ടർഡ് ഹി മൈറ്റ് ബി എ ഡിഫറെന്റ് സോർട്ട് ഓഫ് ഫാദർ. അദ്ദേഹം ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫാദർ ആയിരിക്കും അല്ലേ. എൻ്റെ ഫാദർ ഇങ്ങനെ, അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഫാദർ അങ്ങനെ. ഫാദർമാർ എന്തൊക്കെ പലതരത്തിലുള്ള ഫാദേഴ്സ് ആണെന്നുള്ളത് അവൾ ചിന്തിക്കുകയാണ് നമ്മുടെ കെസിയ. ഓക്കെ, ഇനി എന്താ സംഭവിക്കാൻ നോക്കാം. ഇനി ട്വിസ്റ്റ് ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്ലൈഡ് ഓഫ് ദ ചാപ്റ്റർ. ഓക്കെ, വൺസ് എ മദർ ഫെൽ ഇൻ ആൻഡ് വാസ് ഹോസ്പിറ്റലൈസ്ഡ്. ഒരു നാള് അവളുടെ അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആയി. ഓക്കെ, പനി വന്നിട്ട്, എന്തെങ്കിലും അസുഖം വന്നിട്ട്. ഷീ വാസ് ലെഫ്റ്റ് അലോൺ അറ്റ് ഹോം അണ്ടർ ദ കെയർ ഓഫ് ദ കുക്ക് മാത്രമേ അവിടെ വീട്ടിലുള്ളൂ. കുക്കും അവളും മാത്രമേ ഉള്ളൂ. അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അപ്പോൾ അവളും കുക്കും മാത്രമേ ഉള്ളൂ. അറ്റ് നൈറ്റ് ഷീ ഹാഡ് എ നൈറ്റ്മെയർ and woke up screaming. രാത്രി എന്തോ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റ് വന്നിട്ട് ഭയങ്കര അലറാൻ തുടങ്ങി.
screaming. She found her father standing by her side. അച്ഛൻ തൊട്ടടുത്ത് നിൽക്കുന്നത് കണ്ടു. എവിടെ? റൂമിൽ തൊട്ടടുത്ത് നിൽക്കുന്നത് കണ്ടു. He picked her up and took her to her room. ഇത് അച്ഛൻ്റെ റൂമിലായിരിക്കും, അല്ലെങ്കിൽ അമ്മയുടെ റൂമിലായിരിക്കും. ഏതായാലും അവളെയും എടുത്തിട്ട് അവളുടെ സ്വന്തം റൂമിൽ അവളെയും കൊണ്ടുപോയി. He tucked her up in his bed and soon fell asleep. അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്താക്കി? അച്ഛനും മകളും കിടന്നുറങ്ങി. And Kezia felt secure lying near her father. അച്ഛൻ്റെ അടുത്ത് പേടിച്ച് നിന്നിരുന്ന ഈ ഒരു കുട്ടിക്ക് ഒരു തണലായി വന്നു. ആര്? അച്ഛൻ്റെ ആ ഒരു കെട്ടിപ്പിടുത്തത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ഇന്റിമസിയിൽ അവൾ ഭയങ്കര സെക്യൂർഡ് ആയിട്ട് തോന്നി. ഓക്കെ, ഷീ റിയലൈസ് ദാറ്റ് ഹർ ഫാദർ വാസ് നോട്ട് ആസ് ബിഗ് ആസ് ജാൻ. അന്ന് കണ്ടപ്പോൾ ഭയങ്കര വലിയ എന്തോ ഒരു ആളായി തോന്നിയിരുന്നു. ഇപ്പൊ അത്ര വലിയ വലിപ്പമൊന്നുമില്ല. ഓക്കെ ആണ്. ഷീ ഫെൽറ്റ് ദ ബീറ്റിംഗ് ഓഫ് എ ഫാദേഴ്സ് ലവിംഗ് ലാർജ് ഹാർട്ട്. ഓക്കെ, ഷീ ഫെൽറ്റ് ദ ബീറ്റിംഗ് ഓഫ് എ ഫാദേഴ്സ് ലവിംഗ് ലാർജ് ഹാർട്ട്. അദ്ദേഹത്തിന്റെ വലിയ മനസ്സാണ്, അല്ലെങ്കിൽ തല്ലാനുണ്ടായ കാരണം അവൾ തെറ്റ് ചെയ്തിട്ടാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ വലിയ മനസ്സിനെയൊക്കെ അവൾ ബീറ്റ് ചെയ്തു. അതൊക്കെ മനസ്സിലാക്കി. ഫൈനലി ഷീ റിയലൈസ്ഡ് her father was very loving. അച്ഛൻ ഭയങ്കര ലവിങ് ആണ്, മെക്ഡൊണാൾഡിനേക്കാളും, അല്ലെങ്കിൽ മെക്ഡൊണാൾഡ് പോലെ ഭയങ്കര ലവിങ് ആണ്. ആൻഡ് ഹാഡ് എ ജനറസ് ഹാർട്ട്. ഭയങ്കര ഒരു ജനറസ് ഹാർട്ട് ഉണ്ട്, ഒരു നീതിമാനായ, ഒരു നന്മയായിട്ടുള്ള ഒരു മനസ്സൊക്കെ ഉണ്ട്, ഹൃദയമൊക്കെ ഉണ്ടെന്ന് അവൾ മനസ്സിലാക്കിയാണ്. നെഗറ്റീവ് ആയിരുന്നു ആദ്യം ചിന്തിച്ചത്, പിന്നെ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ പോസിറ്റീവായി. അച്ഛന്മാർ പൊതുവെ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാറില്ല. പക്ഷെ അത് അങ്ങനെ ആവരുത്, അച്ഛന്മാരും ശ്രദ്ധിക്കണം. ഏതായാലും അച്ഛന്മാർക്ക് സ്നേഹം ഇല്ലാന്നില്ല, അവർ സ്നേഹിക്കുന്നുണ്ട്, അവർ പൊതുവെ പ്രകടിപ്പിക്കാത്തവരാണ്. ബട്ട് വി ഹാവ് ടു ചേഞ്ച്. ഓക്കെ, വാട്ടെവർ. ഏതായാലും അങ്ങനെയാണ്. ഇനി എക്സ്പെക്റ്റബിൾ ക്വസ്റ്റ്യനിലാണ്. ഇതൊക്കെ ചാപ്റ്റർ ഏകദേശം അതിന്റെ സമ്മറി പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെറ്റ് ആണല്ലോ? അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ 9th സ്റ്റാൻഡേർഡിന് നിഞ്ച എന്ന് പറഞ്ഞിട്ടുള്ള സൈലം ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ സ്ക്രോളിൽ പോകുന്നുണ്ട്. മാത്രമല്ല അതിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി പറയുകയാണ്. ധാരാളം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്. റെക്കോർഡിലെ ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെഷനുകൾ, യൂണിറ്റ് കഴിയുമ്പോൾ ടെസ്റ്റുകൾ, അതുപോലെ തന്നെ അതിൻ്റെ ആൻസർ കീ ഡിസ്കഷനുകൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമുകൾ ഉണ്ടായിരിക്കും, മോഡൽ എക്സാമുകൾ ഉണ്ടായിരിക്കും. കൂടാതെ അതിൻ്റെ സ്ലൈഡും അതുപോലെ നോട്ട്സും ഒക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇതും ധാരാളം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു ബാച്ച് വെറും 2999 എന്ന് പറയുന്ന ഈ ഒരു മാജിക് പ്രൈസിനാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. സോ ഡോണ്ട് മിസ് ഇറ്റ്. പവർ ആയിരിക്കും, സെറ്റ് ആയിരിക്കും. ഓൾറെഡി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങളെ സീറ്റ് ഉറപ്പിക്കുക. മേക്ക് ഇറ്റ് ഫാസ്റ്റർ. ഓക്കെ, നമ്മുടെ ലൈവ് സെഷനൊക്കെ കിടുവാണ്. നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്ത ആരെങ്കിലും കമ്പനിക്കാരുണ്ടെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ശരിയാണല്ലോ? പവറാണല്ലോ? നെക്സ്റ്റ് വൺ എക്സ്പെക്റ്റബിൾ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതുപോലെ തന്നെ വെരി ഷോർട്ട് ആൻസർ ആയിരിക്കും. സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വെറുതെ. ഓക്കെ, സെറ്റാണല്ലോ? Next one, what was the little girl's fault when she appeared before her father? അച്ഛൻ്റെ മുമ്പിൽ വന്ന സമയത്ത് ഈ കുട്ടിക്ക് ഉണ്ടായിരുന്ന പ്രശ്നം എന്തായിരുന്നു? സിമ്പിൾ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ഷി സ്റ്റട്ടർഡ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കുക. പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഒന്നും ആലോചിച്ച് നോക്കിയെങ്കിലും ചെയ്യാം. എഴുതുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ബെറ്റർ. നിങ്ങളൊന്നുമില്ലെങ്കിൽ ആലോചിച്ച് നോക്കുമോ എന്തായിരിക്കും ആൻസർ. എന്നിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മെഷർ ചെയ്യാൻ പറ്റും ചാപ്റ്റർ പഠിച്ചോ ഇല്ലയോ എന്നുള്ളത്. യെസ്, ഓക്കെ. ഷി സ്റ്റാർട്ടഡ് ബാഡ്ലി. ഒന്നാമത് വിക്കാറുണ്ടായിരുന്നു. വെൻ ഷി അപ്പിയർഡ് ബിഫോർ ഹർ ഫാദർ. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? വാട്ട് ഡിഡ് Kezia always find her father and mother doing on Sunday afternoon? സൺഡേ ആഫ്റ്റർനൂണിൽ അവളുടെ അച്ഛനും അമ്മയും എന്തായിരുന്നു ചെയ്യാറുള്ളത്? നമ്മുടെ ടെക്സ്റ്റിൽ ഒരു പിക്ചർ ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ, എന്താണ് ചെയ്യാറുള്ളത്? ഷി ഓൾവേസ് ഫൗണ്ട് her mother reading and father stretching out on a sofa. അച്ഛൻ സോഫയിൽ ഇങ്ങനെ കിടക്കാറ്, അമ്മയാണെങ്കിൽ എന്താക്കുന്നു? റീഡിങ് ബുക്സ്. ഓക്കെ, യെസ്, അങ്ങനെയാണ് ചെയ്യാറുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആസ് എ ഷോർട്ട്, വെരി ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഹൂ വേർ ദ പീപ്പിൾ ഇൻ Kezia's ഫാമിലി? ഫെസിയൻ്റെ ഫാമിലിയുള്ള മെമ്പേഴ്സ് ഒക്കെ ആരാണെന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ക്വസ്റ്റ്യൻ ആൻസർ, Kezia's ഫാമിലി ഹാഡ് 4 people in all. മൊത്തത്തിൽ 4 ആൾക്കാരാണ്. വെരി സ്ട്രിക്റ്റ് ഫാദർ. അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് സ്ട്രിക്റ്റ് ഫാദർ. ഓക്കെ, ആൻഡ് സ്റ്റേൺ മദർ. ഭയങ്കര സ്റ്റേൺ ആയിട്ട് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് നടക്കുന്ന മദർ ഉണ്ട്. സോഫ്റ്റ് ഹാർട്ടഡ് ഗ്രാൻഡ് മേ ഉണ്ട്. അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ്. ആൻഡ് ലിറ്റിൽ Kezia ഹെർസെൽഫ്, അവളും ഉണ്ട്. കുക്ക് പറയുന്നുണ്ട്, കുക്കിനെ ആ ഒരു ഫാമിലി മെമ്പർ ആയിട്ട് കൂട്ടിയിട്ട് ഇവിടെ ഫാമിലി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ അങ്ങനെ 4 കൊടുത്തത്. അല്ലെങ്കിൽ we can add the 5th one. Okay, next one. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ആണ്. നേരത്തെ വെരി ഷോർട്ട് ആയിരുന്നു. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. why was Kezia afraid of her father? എന്തിനാ? കണ്ടോ, ഇത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഇല്ലേ? കുറച്ച് ഓക്കെ. ഏതായാലും why was Kezia afraid of her father? അവളുടെ അച്ഛനെ എന്തുകൊണ്ടായിരുന്നു Kezia പേടിച്ചിരുന്നത്? Kezia was afraid of her father's strictness and terrifying angry look. അദ്ദേഹത്തിന്റെ ആംഗ്രി ലുക്ക്
അദ്ദേഹത്തിന് അതുപോലെ തന്നെ സ്ട്രിക്ട്നെസ് ഒക്കെ ആയിരുന്നു പേടിച്ചിരുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ടെൻഡർ ലവ് ആൻഡ് അഫെക്ഷൻ, അദ്ദേഹത്തിന് ശരിക്കും ഉണ്ടാവേണ്ടത് ടെൻഡർ അഫെക്ഷനും ലവിങ് കെയറും ഒക്കെയാണ്. പക്ഷേ അതില്ലാതെ ഈ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് അവരെന്താക്കി ഭയങ്കര പേടിച്ചിരുന്നു. അതുപോലെ തന്നെ ഷീ വുഡ് ഗെറ്റ് ഹാർഷ് വേർഡ്സ് ഓഫ് സ്കോൾഡിങ് ആൻഡ് ഫിസിക്കൽ പണിഷ്മെന്റ് ഫോർ ഹിം ഫ്രം ഹിം, അദ്ദേഹത്തിൽ നിന്ന് ഹാർഷ് ആയിട്ടുള്ള ദേഷ്യം പിടിക്കലുണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്കോൾഡിങ് ദേഷ്യം പിടിക്കലുണ്ടാവും. അതുപോലെ തന്നെ ഫിസിക്കൽ പണിഷ്മെന്റ് അടി കിട്ടാറുണ്ട് ഗൈസ്. ആൻഡ് എവർ ഹിസ് ജാങ് ലൈക്ക് സൈസ് വുഡ് ടെറിഫൈ ഹർ. അതുപോലെ തന്നെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിഗ് സൈസും മൗണ്ടൈൻ ലേക്ക് സൈസും കണ്ടാൽ എന്താക്കും, ഇവൾക്ക് പേടിയാവാറുണ്ട്. ഇത് വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കി. ഇതിന് ആൻസർ കൊടുത്തിട്ടുണ്ട്. വൈ ഡിഡ് കെസിയ ഗോ സ്ലോലി ടുവാർഡ്സ് ദ ഡ്രോയിങ് റൂം? എന്തിനായിരുന്നു കെസിയ ഡ്രോയിങ് റൂമിലേക്ക് ഇങ്ങനെ സ്ലോലി പോയിട്ടുണ്ടായിരുന്നത്? നെക്സ്റ്റ് വൺ, വെൻ ദ മദർ ആസ്ക്ഡ് ഹർ ടു കം ഡൗൺ സ്റ്റെയർ, അമ്മ ഡൗൺ സ്റ്റെയറിലേക്ക് വിളിച്ച സമയത്ത് അവിടെ നിന്ന് മെല്ലെ പോകാൻ കാരണം അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വെറുതെ ടൈം കൺസ്യൂം ആയിരിക്കും. ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. 3 ലോങ് ആൻസർ ടൈപ്പും അതിന് ആൻസറും കൊടുത്തിട്ടുണ്ട്. യെസ്, നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് സെറ്റ് ആക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾ വായിച്ച് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കരുതുന്നു. വീഡിയോ ലെങ്തി ആയി പോകുന്ന കരുതിയിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള എക്സാമിന് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യെസ് ഇത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ദിസ് ഇസ് ക്വസ്റ്റ്യൻ ആൻഡ് ദിസ് ഇസ് ആൻസർ. ഓക്കെ, ഇത് വലിയ ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, അല്ല ആൻസർ ആണ്. യെസ്, ഇതും ഒരു അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ആ ഒരു ചേഞ്ച് ഉണ്ടായതിൻ്റെ കാര്യം മുമ്പത്തെ ബിഫോറും ആഫ്റ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എഴുതാനാണ്. അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യെസ് ആൻഡ് നെക്സ്റ്റ് വൺ, ഇത് കെസിയാസ് റിലേഷൻ, ഗ്രാൻഡ് മദറും കെസിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത്തി. ഇതിന് ആൻസറും കൂടി കൊടുത്തിട്ടുണ്ട്. കൂടാതെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒറ്റ കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ കംപ്ലീറ്റ് ലൈവ് സെഷനുകൾ വരാനിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ സ്ലൈഡുകളും അതുപോലെ തന്നെ വരാനിരിക്കുന്ന ക്ലാസ്സുകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വാട്സപ്പിൽ ലഭ്യമാകാൻ വേണ്ടി കമൻറ്റ് ബോക്സിൽ ഫ്രീ നോട്ട്സ് എന്നുള്ളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നോട്ട്സ് കിട്ടും. അതുപോലെ തന്നെ വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് കിട്ടും. നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് അറിയാൻ പറ്റും. സെറ്റാക്കുക, ജോയിൻ ചെയ്യാൻ മറന്നു പോകരുത്. മാത്രമല്ല നിങ്ങളിത് നിങ്ങളുടെ 9th CBSE സ്റ്റുഡൻസിലുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. ദാറ്റ്സ് വുഡ് ബി എ ഗ്രേറ്റ് തിങ്. ദാറ്റ്സ് വുഡ് ബി സൂപ്പർ ബെനിഫിഷ്യൽ, സൂപ്പർ യൂസ്ഫുൾ ടു ദം. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിന് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങൾ, എന്തൊക്കെ ചേഞ്ച് വരുത്തുന്നതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോ എന്താണ് വേണ്ടത്, ഏത് ചാപ്റ്ററാണ്, ഏത് ഡിസ്കോഴ്സ് ആണ്, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഗ്രാമർ വേണോ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് കമൻറ്റ് ചെയ്യുക. There is only a communication, there is only a medium of communication, it's comment box. Let's try at there. Okay, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, റിപ്ലൈ നൽകാം. അല്ലെങ്കിൽ അത് കണ്ടിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ആക്ച്വലി കഴിഞ്ഞ വീഡിയോൻ്റെ കമൻ്റ് ആണ്. അപ്പോൾ സെറ്റാക്കാം, പവറാക്കാം. ലെറ്റ്സ് സീ അനദർ വീഡിയോ വിത്ത് അനദർ സെഷൻ. Until then, bye. Thank you.